ഹലോ, നമസ്കാരം. ഏവിങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെറി കൊണ്ടുള്ള ഒരു അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചെറി അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളിന്ന് ചെറി കൊണ്ട് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്. അപ്പൊ പച്ച ചെറി എടുത്താലും കുറച്ച് പഴുത്ത ചെറി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ചെറി നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറി ഇതുപോലെ എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ സീഡ് അങ്ങ് എടുത്തു മാറ്റണം. ഇതുപോലെ നമ്മൾ സീഡ് എടുത്തു മാറ്റിയതിന് ശേഷം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അച്ചാറിടാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറി 4ആയിട്ട് കട്ട് ചെയ്തിട്ടും നമുക്ക് അച്ചാറിടാം. ഞാൻ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് അച്ചാറിടുന്നത്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ അച്ചാറിടാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറിയാണിത്. ഇത് ഞാൻ പഴുത്തതും എടുത്തിട്ടുണ്ട്, പച്ചയും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറി ഇനി 2-3-4 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലെണ്ണയാണ് അച്ചാറിന് കൂടുതൽ ടേസ്റ്റ്. അപ്പം ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ചേർക്കുന്നത്. പാൻ വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതൊന്ന് വാടി വന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
തന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഞാനൊരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ മസാലകളൊക്കെ നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കായം പൊടിച്ചത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടത് കൊണ്ട് തന്നെ ഇതിന് നല്ല പച്ചക്കുത്ത് ഉണ്ടാവും. അപ്പൊ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പൊ നമുക്കിതൊരു 3 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പൊ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെറി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഈ മസാലകളെല്ലാം ചെറിക്കകത്ത് പിടിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള ചെറി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഉലുവാപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉലുവ ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പൊ ഒരു 3 മിനിറ്റോളം ഞാനത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ, ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ചെറിയ ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് മൂടി വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഉപ്പ് കുറവാണ്. അപ്പൊ ഞാൻ കുറച്ച് ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഈ ചെറിയും കൂടെ അതിലിട്ട് നന്നായിട്ട് 5 മിനിറ്റ് വഴറ്റിയെടുക്കണം. വഴറ്റി മാറ്റി വെച്ചതിന് ശേഷം വേണം പിന്നെ മസാലകളൊക്കെ മൂപ്പിച്ചെടുക്കാൻ. അതിനുശേഷം ചെറിയ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ അച്ചാറുണ്ടാക്കി എടുക്കാവുന്നതാണ്. മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചെറിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ചില്ല് കുപ്പിയിൽ ഇട്ടിട്ട് നമുക്ക് പുറത്തും സൂക്ഷിക്കാം, അതുപോലെ ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചെറിയ അച്ചാർ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.